ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലവിടെ എറണാകുളം കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. കേസിൽ റമീസിന്റെ പിതാവ് റഹീം രണ്ടാം പ്രതിയും അമ്മ ഷരീഫ മൂന്നാം പ്രതിയുമാണ്. ഇരുവരും ഇപ്പോൾ ഒളിവിലാണ്. അതേസമയം കേസിൽ പാനായിക്കുളം ബന്ധം അന്വേഷിക്കണമെന്ന് കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടു. തീവ്രവാദ സാന്നിധ്യമുള്ള സ്ഥലം എന്ന നിലയിൽ കേസ് NIAക്ക് വിടാൻ തയ്യാറാകണം. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കാത്ത പോലീസ് നടപടി തെറ്റാണെന്നും സിറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവയലിൽ പറഞ്ഞു. സഭാതലത്തില് ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം അത് തന്നെയായിരുന്നു. അത് കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതവിരുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക, ഒരുപക്ഷെ IPC 366 ഒക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പ് ഇതുവരെ സർക്കാർ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ്. ഫാദർ ജെയിംസ് കൊക്കാവയലിൽ CPI നേതാക്കളായ PK ശ്രീമതി, CS സുജാത എന്നിവർ പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചു എന്ന്. രജിസ്റ്റർ മാരേജ് കഴിക്കണമെങ്കിൽ തന്നെയും ഞങ്ങൾ പറയുന്നത് പോലെ നിന്റെ മതം മാറണം എന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിച്ചു എന്നാണ് പെൺകുട്ടി കത്തിലെഴുതിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. എത്രയോ ആളുകൾ അവരുടെ മതവിശ്വാസം മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സംഭവം എൻ്റെ ഒന്നും അറിവിൽ തന്നെ പല നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ക്രൂരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. PK ശ്രീമതി സൂചിപ്പിച്ച പോലെ ഇത്തരമൊരു സംഭവം അടുത്ത കാലത്ത് കേരളം കണ്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഡാനി പോൾ വിവരങ്ങൾ നൽകും. ഡാനി, ആദ്യം ഈ കേസിന്റെ വിശദാംശങ്ങൾ. കാരണം ഈ റമീസിന്റെ ഉപ്പയും ഉമ്മയും പ്രതി ചേർത്തിട്ടുണ്ടല്ലോ, അവരിപ്പോൾ അവരെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം? ഇത് പോലീസ് പറയുന്നത് ഇരുവരും ഒളിവിലാണ് എന്ന രീതിയിൽ തന്നെയാണ്. റമീസ് അറസ്റ്റിലായ പിറ്റേന്ന് മുതൽ തന്നെ ഇവർ വീട് പൂട്ടിപ്പോയെന്നാണ് സമീപവാസികൾ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇവരെക്കുറിച്ച് അറിയില്ല, പിന്നീട് ഇവരെ ബന്ധപ്പെടാൻ മറ്റുള്ളവർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇരുവർക്കുമെതിരെയും ആരോപണം നിലനിന്നിരുന്നു. കാരണം ഇവർ കൂടി ഈ കൃത്യത്തിൽ പങ്കാളികളാണ്. ഇവർക്കെതിരെ കൂടി ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുന്നുണ്ട്. ഇവർ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചുവെന്ന പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ആ ഘട്ടത്തിലൊന്നും ഇവരിലേക്ക് അന്വേഷണം നടത്തുക, ഇവരെ അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഉടനെ ചോദ്യം ചെയ്യുക എന്ന രീതിയിലേക്കൊന്നും പോലീസ് പോയിരുന്നില്ല. ഇപ്പോൾ അത് കേസ് ഒന്നുകൂടി അതിന്റെ ഒരു സ്വഭാവം മാറുന്നു. വലിയ രീതിയിലൊരു സമ്മർദ്ദങ്ങളിലേക്കെല്ലാം എത്തുമ്പോഴാണ് പോലീസ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കുന്നത് ഇവർ ഒളിവിലാണ് എന്നതാണ്. അവരന്വേഷിച്ചിരുന്നു, പക്ഷേ അവർ ഒളിവിലാണ് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത്, ഈ റമീസ് മർദ്ദിക്കുന്നത് കണ്ട ഒരു സുഹൃത്ത് കൂടിയുണ്ട്. ഇയാളെ കൂടി ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിക്കുന്നുണ്ട്. കാരണം ഇയാൾ ഈ മർദ്ദനം തടയാൻ ശ്രമിച്ചില്ല എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ 3 പേരെയും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അടിയന്തരമായി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് പോലീസ് അന്വേഷണം എത്തുന്നത്. ഒപ്പം തന്നെയും ഈ കേസിൽ റമീസിന്റെ കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് റമീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 4 ദിവസത്തെ കസ്റ്റഡി പോലീസ് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം ഇയാളുടെ മൊബൈൽ ഫോണിന്റെ വിശദമായ രീതിയിലുള്ളൊരു പരിശോധന പോലീസ് പൂർത്തിയാക്കി വരികയാണ്. ഇയാളെ അവസാനമായി അയച്ച സന്ദേശത്തിലടക്കം നീ മരിച്ചോളൂ എന്ന രീതിയിലടക്കം ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രീതിയിലൊരു ചാറ്റ് കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടോ എന്നതിലെല്ലാം തന്നെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു പരിശോധനയും കാര്യമെല്ലാം തന്നെ നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇത് NIA അന്വേഷണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് NIA അന്വേഷണം നടത്തണം എന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ ആവശ്യമായിരുന്നത്. സിറോ മലബാർ സഭ അതിൽ വ്യക്തമായ രീതിയിൽ ഒരു നിലപാടെടുക്കുകയും കാര്യങ്ങളുമെല്ലാം തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ BJP നേതാക്കളടക്കം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ഇതിൽ കൃത്യമായും NIA അന്വേഷണം ഈ കാര്യത്തിൽ നടക്കണം.
ഇതിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഈ പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും DGPക്കാണ് നേരത്തെ പരാതി നൽകിയിരുന്നത്. ഇതിൽ പറയുന്നത് ഈ മതപരിവർത്തനത്തിന് പുറമേ നിന്നുള്ള ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നത് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ശ്രീമണബാർ സഭ ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഈ സ്ഥലം, ഇയാളുടെ റമീസിന്റെ സ്ഥലം എന്ന് പറയുന്നത് പാനായിക്കുളത്താണ്. ഈ പാനായിക്കുളം എന്ന് പറയുന്ന പ്രദേശം തന്നെയും നേരത്തെ NIA കേരളത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് പാനായിക്കുളം സിമി ക്യാമ്പ് എന്ന പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇവിടെയാണ്, ഈ പ്രദേശത്താണ്. അപ്പോൾ അതിന്റെ ഒരു സ്വഭാവവും കാര്യങ്ങളും എല്ലാം തന്നെ കണക്കിലെടുക്കണം. അതുകൊണ്ട് അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നേരത്തെ ആ കേസുകളിലെല്ലാം തന്നെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വ്യക്തമായ രീതിയിലുള്ള അന്വേഷണം നടത്തണം. NIA അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ദുരൂഹതകൾ പുറത്തു വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ആവശ്യം. സഭയും സിറോ-മലബാർ സഭയും ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാലും ഈ കേസ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. നിലവിൽ അവരുടെ ഈ റമീസിന്റെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഇപ്പോൾ റിമാൻഡ് ചെയ്യപ്പെട്ടുള്ള ജുഡീഷ്യൽ കസ്റ്റഡി റിമാൻഡ് ചെയ്യപ്പെട്ടുള്ള റമീസിന്റെ മാതാപിതാക്കൾ കൂടി ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്. ഒപ്പം അവരെ ചോദ്യം ചെയ്യാൻ വരും ദിവസങ്ങളിൽ വിളിപ്പിക്കുന്നു. ഈ യുവതിയുടെ സുഹൃത്തിനെയും മർദ്ദിക്കുന്നത് കണ്ട അത് തടയാതിരുന്ന സുഹൃത്തിനെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വരും ദിവസങ്ങളിൽ വിളിപ്പിക്കും. ഓക്കെ, ഈ കത്തോലിക്ക സഭ ഇത്തരത്തിൽ നിലപാട് ആവർത്തിക്കുന്നു. ഇനി രാഷ്ട്രീയ നേതൃത്വങ്ങളും മാറി മാറി വീടുകളിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഈ വീട്ടുകാർ ഉറച്ചു തന്നെ നിൽക്കുകയല്ലേ ഈ പരാതിയിൽ? ഇതിൽ കൃത്യമായുള്ള നടപടി വേണം, അവരും ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ NIAക്കൊക്കെ കൈമാറണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ ഡാനി? തീർച്ചയായും അവർ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരത് വ്യക്തമാക്കിയിരുന്നു. ഇതേ ആവശ്യം തന്നെ ഇവിടെ വന്ന് കണ്ട രണ്ട് കേന്ദ്രമന്ത്രിമാരോടും, മന്ത്രി ജോർജ് കുര്യനോടും സുരേഷ് ഗോപിയോടും അവർ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇടപെടണം എന്നത് അവർ ആവശ്യമായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. കാരണം ഈ രീതിയിലുള്ള ഈ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തന്നെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചു, ആ രീതിയിൽ മർദ്ദിക്കുകയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ അന്വേഷണം നടത്താത്തതെന്നതാണ് കുടുംബം ചോദിക്കുന്നത്. തീർത്തും ദുർബലമായ വകുപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. മറ്റ് വകുപ്പുകളൊന്നും ചുമത്തിയിട്ടില്ല. മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് ആ രീതിയിലേക്ക് പോകുന്നില്ല. പോലീസ് തുടക്കത്തിൽ തന്നെ പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. അപ്പോൾ ആ രീതിയിൽ അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് തന്നെയാണ് കുടുംബം വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ള BJP അടക്കമുള്ളവർ പറയുന്നത്. ഈ വിഷയത്തിൽ പോലീസിന് ഒരു മുൻധാരണയോടുകൂടിയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഇത് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പരിധിയിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് തന്നെയാണ് അവരും ആവശ്യപ്പെടുന്നത്. ഏതായാലും ഈ വിഷയം വളരെ സജീവമായിട്ട് തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഇത് പോലീസ് അന്വേഷണം കൊണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുഴുവനായിട്ട് പുറത്തു വരാനായിട്ട് സാധിക്കുകയില്ല. ഇത് NIA അന്വേഷണം വേണമെന്ന നിലപാടിൽ തന്നെയാണ് കുടുംബവും ഉറച്ചു നിൽക്കുന്നത്. എൽദോ, കുടുംബം അത്തരത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആ വീട്ടിലെത്തി മാതാപിതാക്കളെ ഒപ്പം പെൺകുട്ടിയുടെ മാതാവിനെ സഹോദരനെ ഒക്കെ കണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണല്ലോ പ്രധാനമായും ആലോചിക്കേണ്ടതും അറിയേണ്ടതും. ഈ റമീസ് ഇപ്പോൾ കസ്റ്റഡിയിലാണല്ലോ. റമീസിന്റെ ഒരു നിലപാട് എങ്ങനെയാണ്? റമീസ് എങ്ങനെയാണ് ഈ ഇത്തരം ആരോപണങ്ങളോടൊക്കെ പോലീസിന് മുന്നിൽ എന്തെങ്കിലും വ്യക്തമാക്കിയിട്ടുണ്ടോ ഡാനി? റമീസിന് ഇതുവരെയും പോലീസിന് കാര്യമായ രീതിയിൽ അന്ന് കസ്റ്റഡിയിലെടുത്ത പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ആ ഒരു സമയമാണ് ആ പോലീസിന്റെ പക്കലുണ്ടായിരുന്നത്. വലിയ രീതിയിലേക്ക് ചോദ്യം ചെയ്യാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ്, ജയിലിൽ റിമാൻഡിലാണ്. ഇനിയിപ്പോൾ 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ച പരിഗണിക്കുന്ന മുറയ്ക്ക് തിങ്കളാഴ്ചയോടുകൂടി കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പോലീസ്. അതിനുശേഷമുള്ള ചോദ്യം ചെയ്യലിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വസ്തുതകളും കാര്യങ്ങളും വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉയർന്നു വരുന്ന അതീവ ഗുരുതരമായ ആരോപണം പോലെ മതപരിവർത്തനത്തിനടക്കം ഈ പെൺകുട്ടിയെ നിർബന്ധിച്ചുവെന്നും അതിനെ മർദ്ദിച്ചു, അതിനുവേണ്ടി തന്നെ മർദ്ദിച്ചു എന്നതെല്ലാം തന്നെ പറയുന്നത്. ഇക്കാര്യത്തിൽ അവർക്ക് വ്യക്തമായ അന്വേഷണ സംഘത്തിന് വ്യക്തമായൊരു ഉത്തരം ലഭിച്ചെത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവളെ മതപരിവർത്തനത്തിന് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ ഒരുക്കി വെച്ചിരുന്നു.
അതിനുശേഷം മാത്രമായിരിക്കും വിവാഹമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ അത്തരം കാര്യങ്ങളോട് തനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം റമീസിൽ നിന്നുണ്ടായ ചില അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി തനിക്ക് മതം മാറാൻ പറ്റില്ല എന്ന് പെൺകുട്ടി നിലപാടെടുത്തു. വിവാഹം കഴിക്കാം, പക്ഷേ മതം മാറി അത് ഉണ്ടാവില്ല എന്ന് പെൺകുട്ടി നിലപാടെടുക്കുകയും അതേ തുടർന്നാണ് വലിയ രീതിയിലേക്ക് കയ്യേറ്റങ്ങൾ ഉണ്ടായതുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ റമീസിൽ നിന്ന് എന്ത് മറുപടിയാണ് ലഭിക്കുക എന്നത് ഈ ചോദ്യം ചെയ്യൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രവുമല്ല, ഇതിൽ മറ്റുള്ളവരൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടുംബം ഇതിൽ ഇടപെട്ടു എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അവരുടെ ഒരു ഇടപെടൽ എന്തായിരുന്നു? അവർ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നോ? മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിൽ വന്നിരുന്നോ, സംസാരിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് റമീസിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. ശരി ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും കൂടുതൽ വിവരങ്ങൾ അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്നാലും ഇയാളുടെ പ്രതിയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ ഒളിവിലാണ്. അവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം കത്തോലിക്ക സഭ, സിറോ മലബാർ സഭ അതിൽ ശക്തമായ നടപടി ആവശ്യമായി രംഗത്തെത്തുന്നു. കൂടുതൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പിന്തുണ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ അതിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം.